അസ്സലാമലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 19 സെന്റ് സ്ഥലത്തെ 2 നില 2650 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 6 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കാണുന്നൊരു സൂപ്പർ വീട്. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. വഴി സൗകര്യമുണ്ട്. ഇതാണ് ഇതിലേക്കുള്ള വഴി. ഈ വൈറ്റ് നേരെ കാണുന്ന ഈ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുള്ള ഈ ഭാഗത്തൂടെ ടാറിട്ട റോഡ് വരുന്നുണ്ട്. മെയിൻ സംസ്ഥാന പാതയിൽ നിന്ന് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 400 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ വീട്ടിലേക്കുള്ള വഴി ദൂരമുള്ളൂ. ഫ്രണ്ട് ഭാഗത്തൊക്കെ കോമ്പൗണ്ട്, ഫ്രണ്ടിലും സൈഡിലൊക്കെ ആയിട്ട് കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട്. മെയിൻ ഗേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള നല്ലൊരു വലിയ സൗകര്യമുള്ളൊരു സൂപ്പർ വീട് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. 19 സെൻറ്റ് സ്ഥലമുണ്ട്. ഈ വീട് നിൽക്കുന്നത് 19 സെൻറ്റ് സ്ഥലം, അതിനോട് ചേർന്നിട്ട് കുറച്ചും കൂടെ സ്ഥലമുണ്ട്. ഇപ്പോൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം. മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. പുതിയ വീടല്ല, കുറച്ചൊരു പഴക്കമുള്ള നല്ലൊരു അത്യാവശ്യം വലിയ സൗകര്യമുള്ള നല്ലൊരു വീട് തന്നെയാണ്. ചെറിയ ആഴത്തിൽ നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്നൊരു കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ. ഫ്രണ്ട് ഭാഗം ചുറ്റുഭാഗം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല മുറ്റൊക്കെ ഉണ്ട്. അടിഭാഗത്ത് ഇവിടെ പോർച്ച് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് സിറ്റ് ഔട്ട്. വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഭാഗം ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് 2x2 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ്. അതുപോലെ തന്നെ സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണിത്. തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട്, അയൽവാസികൾക്കുള്ള നല്ലൊരു ഏരിയ. ഫ്രണ്ട് ഭാഗം ഇതുപോലെ 2 ഭാഗം ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് മെയിൻ ഡോറ്. ഡബിളായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലിവിങ് റൂമിലേക്ക്, ഒന്ന് ഹാളിലേക്ക്. ജനൽപ്പൊളികൾ, വാതിൽപ്പൊളികളൊക്കെ ഫ്രണ്ട് ഭാഗത്തുള്ളത് നല്ല തേക്ക് വുഡാണ്. തേക്കിൻ്റെ നല്ല കാതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോളിഷ് ചെയ്തിട്ടുണ്ട്. റെഡിമെയ്ഡ് ഡോറ്, നല്ല തിക്നെസ് ഉള്ള കാതിലുള്ള മരം തന്നെയാണ്. ഈ ഭാഗത്തെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ലിവിങ് ഹാള്. ഈ ലിവിങ് ഹാളിലേക്ക് അതിലൊരു എൻട്രൻസ് വരുന്നുണ്ട് ഹാളിലേക്ക്. ഇനി ഈ ഭാഗത്ത് ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഹാളിലേക്കാണ്. നല്ല മണിച്ചിത്രത്തായ രീതിയിലുള്ള ലോക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ട്, നല്ല തിക്നെസ് ഉള്ള നല്ല വുഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. റൂമുകളൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെ, ചെറിയ ഇടുങ്ങിയ റൂമുകളൊന്നും അല്ല കേട്ടോ. സിറ്റ് ഔട്ടിൽ വെട്രിഫൈഡ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഹാള്, മറ്റുള്ള റൂമുകൾ, മറ്റുള്ള ഭാഗങ്ങളൊക്കെ 16x16 സൈസിലുള്ള സെറാമിക് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. പുതിയ വീടില്ല, കുറച്ചൊരു പഴക്കമുണ്ട്, എങ്കിൽ കൂടി നല്ല വൃത്തിയുള്ള നല്ല സൗകര്യമുള്ളൊരു വീട് തന്നെയാണ്. 2650 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ വീട്ടിൽ ടോട്ടലി 6 റൂമുണ്ട് ബെഡ്റൂമുകളായിട്ട്. ലിവിങ് ചേർത്തിട്ട് 6 റൂം. അതിൽ 3 ബെഡ്റൂം, ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അത് കൂടാണ്ട് 2 കോമൺ ബാത്റൂം വേറെ ഉണ്ട്. ടോട്ടലി 5 ബാത്റൂം വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് ചുമരിലൊക്കെ നല്ല രീതിയിലൊരു ഷോക്കേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് 3 ബെഡ്റൂം, അടിഭാഗത്ത് 3 റൂം. സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് ഇവിടെ ഒരു പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു പൂജാ റൂമുണ്ട്. ഈ കാണുന്നത് ഈ വുഡ് വെച്ചിട്ടുള്ള ചെയ്തിട്ടുള്ളത് പൂജാ റൂമാണ്. ഇനി നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ഈ ഭാഗത്ത് ലിവിങ് റൂം, സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറി വരാൻ പറ്റുന്ന ഈ ലിവിങ് റൂം ചേർത്തിട്ടാണ് കേട്ടോ 6 ബെഡ്റൂം എന്ന് പറഞ്ഞത്. ഇത് കൂട്ടാണ്ടാണെന്നുണ്ടെങ്കിൽ 5 ബെഡ്റൂം വരും. അപ്പോൾ ചുമരിലൊക്കെ ഇതുപോലുള്ള നല്ല രീതിയിലുള്ള ഷോക്കേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിഭാഗത്തെ ഒരു ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ചുമരിലൊക്കെ നല്ല രീതിയിൽ വാർഡ്രോബ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല ആളുകൾക്കും പല സംശയം ഉണ്ടാവും, ഇവിടെ വെള്ളം കയറുന്ന ഏരിയ ആണോ, ഇവിടെ എന്താണ് പ്രശ്നം, ഈ വീടൊക്കെ വിൽക്കാൻ കാരണം എന്താണെന്നുള്ളത് ഓരോ വീടുകൾക്കും ഒരുപാട് ആളുകൾ ചോദിക്കുന്നൊരു കേസാണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കാനുള്ള അവർ പറയുന്നൊരു കാരണം, ഇവർ പുതുതായിട്ട് വലിയൊരു വീട് നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആളൊരു പ്രവാസിയാണ്. അപ്പോൾ വലിയൊരു വീട് ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ ഇപ്പോൾ താമസമൊന്നുമില്ല, വെറുതെ അടച്ചിടണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീട് ഇവർ വിൽക്കാൻ കാരണം. അടിഭാഗത്തെ മറ്റൊരു ബെഡ്റൂമാണിത്. ഇനി ഇതാണ് കിച്ചൺ വരുന്നത്. കിച്ചൺ 3 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു കിച്ചൺ, അതിൻ്റെ അപ്പുറത്തായിട്ടൊരു വർക്ക് ഏരിയ. ഇനി പുറത്ത് ഭാഗത്തായിട്ട് ഫുള്ള് പട്ടിക കഴുക്കോലൊക്കെ വെച്ചിട്ട് ഓട് മേഞ്ഞിട്ട് വലിയ രീതിയിൽ വലിയൊരു ഹാള് പോലെ ഒരു വർക്ക് ഏരിയ വേറെ ഉണ്ട്. അപ്പോൾ അതിലൊരു കോമൺ ബാത്റൂം ഉണ്ട്. അത് കൂടാണ്ട് പുറത്ത് വേറെ വിറക് വര ഉണ്ട്, കോമൺ ബാത്റൂം ഉണ്ട്. അങ്ങനെ അത്യാവശ്യം സൗകര്യങ്ങൾ ഏറെയാണ് ഈ വീട്ടിൽ. ഇതുണ്ട്, അതിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ. ഇവിടെ ആലുവ പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ രീതിയിൽ ചിമ്മിനിയൊക്കെ ഉണ്ട്. മുകൾ ഭാഗത്ത് റാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്രില്ലെല്ലാം വെച്ചിട്ട് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട്. കിച്ചൺ സിങ്ക് ഉണ്ട് കോർണറിലായിട്ട്. ഇനിയിപ്പോൾ ഈ 2 കിച്ചൺ കൂടാണ്ട് ഇവിടെ വലിയൊരു ഹാള് പോലെ
ഒരു വർക്ക് ഏരിയ. അപ്പോൾ ഇതിൻ്റെ റൂഫിങ് ചെയ്തിട്ടുള്ള ഇതുപോലുള്ള ഓടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. കിച്ചണിൽ ഇങ്ങനത്തെ ഒരു ഏരിയ നല്ല യൂസ്ഫുള്ളാണ്. നല്ല ഇരിക്കാൻ പറ്റുന്ന നല്ല രീതിയിൽ നീളത്തിലൊരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പാത്രങ്ങൾ കഴുകാനുള്ളത്. ഫ്ലോറിംഗ് ഒക്കെ നല്ല രീതിയിലുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഒരു വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഇന്ത്യൻ സ്റ്റൈലിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇനി വീടിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇനി നമ്മൾക്ക് നേരെ വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് 3 ബെഡ്റൂമാണ് വരുന്നത്. വലിയൊരു ഹാള്, 3 ബെഡ്റൂം, ഒരു ബാൽക്കണി, സിറ്റ് ഔട്ട്. അപ്പോൾ ഈ ഒരു വീട് അടിഭാഗം പഴയ വീടുണ്ടായിരുന്നു, മുകൾ ഭാഗത്തേക്ക് അവർ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തതാണ്. പക്ഷെ എങ്കിൽ കൂടി നല്ല നീറ്റായിട്ടുള്ളൊരു വീട് കേട്ടോ. പഴയ രീതിയിൽ മണലൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. അതിന് പാറപ്പൊടി മിക്സിംഗ് ഒന്നുമല്ല. അന്നത്തെ കാലത്ത് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ വുഡൊക്കെ വെച്ചിട്ട് നല്ല കാതിലുള്ള മരങ്ങളൊക്കെ വെച്ചിട്ട് മണലൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ്. വലിയ ഹാൾ തന്നെയാണ് മുകൾ ഭാഗത്ത്. ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ അടിഭാഗം ഫ്ലോറിംഗ് ഒന്നും ചെയ്തിട്ടില്ല. കോൺക്രീറ്റിൻ്റെ മുകളിൽ ഇതുപോലുള്ള ഷീറ്റ് ഇട്ടത്, കാർപ്പറ്റ് വെച്ചതാണ്. മുകൾ ഭാഗത്തെ ഒരു ബെഡ്റൂമാണിത്. ചുമരിൽ അലമാരിയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ജനൽപ്പൊളികൾ, വാതിൽപ്പൊളികളെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലോറിംഗ് വർക്ക് മാത്രമേ മുകൾ ഭാഗത്ത് പെൻഡിങ് ഉള്ളൂ. റൂമുകളൊക്കെ സൈസ് ഉണ്ട്. 10-11, 11-11 സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ മറ്റൊരു ബെഡ്റൂം വരുന്നുണ്ട്. ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ചുമരിലൊക്കെ നല്ല സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഒരു വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട്. മുകൾ ഭാഗത്ത് 3 ബെഡ്റൂമാണുള്ളത്. ഇവിടെ ഒരു ബാൽക്കണി, സിറ്റ് ഔട്ട് വരുന്നുണ്ട്. നല്ലൊരു വ്യൂ ഉള്ളൊരു ഏരിയ കേട്ടോ. ഫുള്ള് ഉണ്ടാവും. ഫുള്ള് തേക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പൊളികളൊക്കെ ഡബിൾ ഡോറായിട്ടാണ് മുകൾ ഭാഗത്തൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതാണ് ബാൽക്കണി, സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണിത്. നല്ല ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയയാണ്. ഇനി ഇതാണ് മുകൾ ഭാഗത്തെ 3ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അത് കൂടാണ്ട് ഈ ബെഡ്റൂമിൽ നിന്ന് ഒരു ബാൽക്കണി, സിറ്റ് ഔട്ടും വരുന്നുണ്ട്. ചുമരിലെ അലമാരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിലെ ബാത്റൂം. യൂറോപ്യൻ രീതിയിലുള്ള ആംഗ്ലോന്ത്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇനി സിറ്റ് ഔട്ടിൽ നിന്നുള്ള ബാൽക്കണി വീടിൻ്റെ പിൻഭാഗമാണ് കേട്ടത്. അപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ കഴിയും മെയിൻ സംസ്ഥാന പാതയിൽ വാഹനങ്ങൾ പോകുന്ന കാഴ്ചയാണ്. ഇതുണ്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ മെയിൻ റൂട്ടിൽ നിന്ന് ഈ വീട്ടിലേക്കുള്ള വഴി ദൂരം. അപ്പോൾ ഇതിലേക്ക് വഴി സൗകര്യമൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ യഥേഷ്ടം വെള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും വീടിൻ്റെ പിൻഭാഗത്തൊരു ടോട്ടൽ വ്യൂ. ഇതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല സിറ്റിംഗ് ഏരിയ ഉണ്ട്. ഇതൊക്കെ ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിൻഭാഗത്ത് അത് സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ട്, കുളിമുറി വേറെ ഉണ്ട്, ഒരു വിറക് പുര ഉണ്ട്. അതുപോലെ തന്നെ ആ ഭാഗത്താണ് കിണറിൻ്റെ സ്ഥാനം. അതായത് യഥേഷ്ടം ഇതെന്താ മാന്തോളി നാരങ്ങയാണത്. ഇതൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിലാണ്. ഒരുപാട് വാഴകളുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, പ്ലാവുണ്ട്, മാവുണ്ട്, പപ്പായ, നാരങ്ങ, അങ്ങനെ ഒരുപാട് മരങ്ങൾ, ഫലവൃക്ഷ തൈകളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ 19 സെൻറ്റിനോട് ചേർന്നിട്ട് ഇവിടെ പുറത്തൊരു ബാത്റൂം ഉണ്ട്, വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുള്ള. ഇതിനോട് ചേർന്നിട്ട് ഒരു 26 സെൻറ്റ് ആ കാണുന്ന അതും കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിനോട് ചേർന്നിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് 26 സെൻറ്റ് സ്ഥലം. നിരവധി തെങ്ങ്, കവുങ്ങ്, അതിലും വാഴകൾ, അങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ ആ ഒരു പ്രോപ്പർട്ടിയിലുണ്ട്. അപ്പം നമ്മൾ കച്ചവടം പറയുന്നത് ഈ 19 സെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തരാം. ഇനി അതല്ല, അതിനോട് ചേർന്നിട്ടുള്ള മറ്റേ 26 സെൻറ്റും കൂടെ ചേർത്തിട്ട് 45 സെൻറ്റ് ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും സംസാരിക്കാം. അപ്പോൾ അതിനോട് ചേർന്നിട്ടുള്ളൊരു പ്രോപ്പർട്ടി തന്നെയാണ്. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും. ഈ പ്രോപ്പർട്ടിയിലൊരു കിണറാണ് ഇത് പറഞ്ഞത്. നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന, ചെറിയ ആഴത്തിൽ ഇഷ്ടം പോലെ വെള്ളമുള്ളൊരു കിണറാണ്. ഇവിടെ അതൊരു വിറക് പോരുണ്ട്. ഇതുണ്ട് പുറത്ത് ഈ ഭാഗത്തൊക്കെ ഷീറ്റിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം കോൺക്രീറ്റ് ചെയ്തതാണ്. വീടിൻ്റെ വർക്ക് ഏരിയയുടെ പിൻഭാഗത്തുള്ളൊരു കാഴ്ചയാണിത്. ഇവിടെ വസ്ത്രങ്ങൾ അലക്കാനുള്ളൊരു അലക്കല്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിൻഭാഗത്ത് വാഴ ഉണ്ട്, മുരിങ്ങ ഉണ്ട്,
പിന്നെ അതുകൂടാണ്ട് സെപ്പറേറ്റ് ഒരു കോമൺ 2 ബാത്റൂം, ഒരു ടോയ്ലറ്റ്, ഒരു കുളിമുറിയൊക്കെ വീടിൻ്റെ വർക്ക് ഏരിയയുടെ പുറത്ത്. ഇനി ഇതിൽ വലിയൊരു ഷെഡ് വരെ നിർമ്മിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ കോഴീനെ വളർത്തുന്നു, കോഴി, കാട അങ്ങനെയുള്ള ഇതൊക്കെ വളർത്താൻ പറ്റിയ വലിയൊരു ഷെഡ് ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ. 19 സെൻറ്റിലെ ഈ ഒരു പ്രോപ്പർട്ടിയിലാണത്. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെയും ഒരു പഴയൊരു ബാത്റൂം, പഴയൊരു ടോയ്ലറ്റ് ഉണ്ട്. ഈ 19 സെൻറ്റിൽ 5ഓളം തെങ്ങുകളുണ്ട് കേട്ടോ. ഈ 19 സെൻറ്റ് കഴിഞ്ഞിട്ട് ഇത് അവിടെ ഒരു ബൗണ്ടറി ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് കാണുന്ന ഒരു 26 സെൻറ്റ് സ്ഥലമാണത്. ഇതും നമ്മൾ വിൽപ്പനയ്ക്കുള്ളതാണ്. ഇതിൻ്റെ കൂടെ നമ്മൾക്ക് ഈ വീടിനോട് ചേർന്നിട്ട് ഈ ഒരു പ്രോപ്പർട്ടിയും കൂടെ വേണം എങ്കിൽ നമ്മൾക്ക് അതും കൊടുക്കാനുള്ളതാണ്. അതും കൂടെ ചേർത്തിട്ട് വാങ്ങാം. ഇനി ആർക്കും ഇത് വേണ്ട, ഈ വീട് നിൽക്കുന്ന 19 സെൻറ്റും ഈ ഒരു പ്രോപ്പർട്ടി മാത്രം മതിയെങ്കിൽ അത് തനിച്ചായിട്ട് അതിൽ കൊടുക്കും. 19 സെൻറ്റ് സ്ഥലം, അതിൽ 2650 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 2 നില 6 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീട്. വലിയ സൗകര്യമുള്ള നല്ലൊരു സൂപ്പർ വീട് കേട്ടോ. അത്യാവശ്യം നല്ല സൗകര്യം തന്നെ ഉണ്ട്. വെള്ളം പറ്റാത്ത കിണറുണ്ട്, ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാള് കെട്ടി തിരിച്ചിട്ടുണ്ട്, വഴി സൗകര്യം ഉണ്ട്. മെയിൻ സംസ്ഥാന പാതയിൽ നിന്ന്, മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 400 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീട്ടിലേക്കുള്ള വഴി ദൂരം. അപ്പോ നമ്മളിപ്പോ ഈ ഒരു 19 സെന്റ് കൂട്ടാണ്ട് ഇതിന്റെ അടുത്തൊരു 26 സെന്റ് വേറെ ഉണ്ട്. അപ്പൊ ഇതിനോട് തൊട്ട് ചാരിയിട്ട് തന്നെ ഒരു പ്ലോട്ട് വേറെയും വരുന്നുണ്ട്. അപ്പൊ അതിന് നിരവധി ഫലവൃക്ഷ തൈകൾ, വാഴ, കവുങ്ങ്, തെങ്ങ്, പ്ലാവ്, മാവ്, അങ്ങനെ അതിലും ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരുമിച്ച് വേണം എങ്കിൽ 45 സെന്റും ഒരുമിച്ച് കൊടുക്കും. ഇനി അതല്ല, ഈ 19 സെന്റും ആ വീടുമാണ് വേണ്ടതെങ്കിൽ അത് നമ്മൾക്ക് അങ്ങനെ കൊടുക്കും. രണ്ടും സെപ്പറേറ്റ് ആണെങ്കിൽ അങ്ങനെയും കൊടുക്കും. അപ്പൊ നമ്മളിതിൽ വില പറയുന്നത് ആ 19 സെന്റിന് വീടിന്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി വണ്ടൂർ റൂട്ടില് തിരുവാലി എത്തുന്നതിന് മുന്നായിട്ട് പത്തിരിയാലി എന്ന് പറയുന്ന സ്ഥലത്താണ്. പത്തിരിയാലി മെയിൻ സംസ്ഥാന പാതയിൽ നിന്ന് ഏകദേശം ഒരു 400 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ വീട്ടിലേക്കുള്ള വഴിദൂരമുള്ളൂ. അതായത് നമ്മൾക്ക് വീട്ടിൽ നിന്ന് അപ്സ്റ്റെയറിലെ ബാൽക്കണി നോക്കിയാൽ കാണാൻ പറ്റും. നേരെ മെയിൻ സംസ്ഥാന പാതയിൽ കൂടെ, മെയിൻ റോഡിൽ കൂടെ വണ്ടികളൊക്കെ, വാഹനങ്ങളൊക്കെ പാസിങ് നമുക്ക് കാണാൻ പറ്റും. വഴിദൂരം റോഡ് മാർഗം വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 400 മീറ്ററിന്റെ ഉള്ളിലായിട്ട് വരുള്ളൂ. അപ്പൊ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത സ്ഥലത്തിനൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയയാണ്. വീടും തന്നെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു സൂപ്പർ വീട് തന്നെ. പുതിയ വീടല്ല, കുറച്ച് പഴക്കേണ്ട വീടിന് നല്ല സൗകര്യം ഉണ്ടെങ്കിൽ കൂടി ഒരുപാട് മരങ്ങൾ ഇതൊക്കെ ഉള്ള നല്ലൊരു സൂപ്പർ പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പോൾ ഉദ്ദേശിക്കുന്ന വില, നമ്മൾ ഈ 19 സെന്റും ഈ വീടുമാണ് നിങ്ങൾക്ക് താല്പര്യം എങ്കിൽ ഉദ്ദേശിക്കുന്ന വില അതിന് 60 ലക്ഷം രൂപയാണ്. കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപൂക്കൾ ഉണ്ടാവും, വില നെഗോഷ്യബിൾ ആണ്. ഇനി അതല്ല, ടോട്ടലി 45 സെന്റ് ഒരുമിച്ചാണ് വേണ്ടതെന്ന് ചോദിക്കുന്നത് 80 ലക്ഷം രൂപയാണ്. രണ്ടും സെപ്പറേറ്റ് ആണ്, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വിലയിലൊക്കെ വ്യത്യാസങ്ങൾ വരും. കച്ചവടം എന്നുള്ള രീതിയിലൊക്കെ നീക്കുപൂക്കൾ ഉണ്ടാവും, വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.